ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? എല്ലാവർക്കും അത്ര സുഖം ഉണ്ടാവില്ല, നമുക്കറിയാം. ചൂട് ഇങ്ങനെ നിൽക്കല്ലേ, എന്തൊരു ചൂടാലേ, സഹിക്കാൻ പറ്റില്ല. നടക്കാനേ ഇരിക്കാം. എന്തിനു പറയാ, ഫാന്റെ അടിയിലൊന്നും ഇരുന്നിട്ട് ഫാൻ കറങ്ങാത്ത പോലെ തോന്നണേ. ചൂടുകുരു അബ്രുന്റെ മേത്തും ചൂടുകുരു ഇങ്ങനെ ചൂടുകുരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഈ ദൈവൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ചൂടുകുരു. അതായത് ഇതൊക്കെ സൂര്യാഘാതാണ്. നീ അതിന് സൂര്യനെ കാണാറില്ല, പക്ഷെ ആഘാതം ആദം ഉറങ്ങാണ്. അപ്പൊ നമ്മുടെ സൗണ്ട് കേട്ട് ആദം പേടിച്ചു പോയി. ഒരാഴ്ചയായിട്ടേ ഒരാള് രാവിലെ തന്നെ പള്ളിയിൽ പോയി, 6 മണിയുടെ കുർബാനയ്ക്ക് പോയി. ഇന്ന് ഇവിടെ നമ്മുടെ പള്ളിയിൽ കുർബാന സ്വീകരണം കാരണം ഞാനും പിള്ളേരും കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി പോവാറ് 2ാമത്തെ കുർബാനയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പള്ളിക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് വൈകുന്നേരം പള്ളിക്ക് പോകാം. 6 മണിയാകുമ്പോൾ പള്ളിക്ക് പോകും. 6 മണിക്ക് ഞാൻ 5 മണിക്ക് പോകും. ഞാൻ നേരത്തെ പോയി. അങ്ങനെയല്ല, നമ്മള് പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാ എന്നും ഒരു കുർബാന ഞാൻ ഇതുവരെ ഇപ്പൊ ഇവരെ കൊണ്ടുപോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സമാധാനത്തിൽ കണ്ടുള്ളൂ. ഒന്നും എനിക്ക് ഇവരെ പിന്നാലെ ഓടില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കൊന്ന് പോയി സമാധാനപരമായി ദൈവത്തിനോട് എന്റെ ദുരിതങ്ങളും വിഷമങ്ങളും പോണം. പക്ഷെ ഇവിടുത്തെ പള്ളിക്ക് ഒരു ഇതുണ്ട് കേട്ടാ. എന്താ സംഭവം, ശരി ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അതന്നെ കനകമലയ്ക്ക് ആ കയറ്റം കയറുമ്പോഴേക്കും ഞാൻ അങ്ങനെ മറ്റേ പട്ടി അണയ്ക്കണ പോലെ അടയ്ക്കും. കൊറേ നാളായില്ല അങ്ങനെ നടന്നിട്ട്. ഇപ്പൊ എന്തായാലും ഉണ്ടാക്കി വേഗം വീട്ടിൽ തിരിച്ചെത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു 8 മണിയാകുമ്പോ ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാം. പുറത്ത് പോയി ഒന്ന് ചില്ല് ചെയ്തിട്ട് വന്നതല്ലേ നല്ലത്. എങ്ങടെ കൊണ്ടോണെന്ന് പറയ്. എങ്ങനെ പോണേ? എങ്ങനെ പോണേ? അവൻ പോണ വഴിക്ക് തിന്ന് തീരും. അവിടെ ആ കൊണ്ടുകൊടുക്ക്. ഇന്ന് രാവിലെ തുടങ്ങി വീട്ടില് ഫുള്ള് തൃശ്ശൂർ പൂരത്തിന്റെ മേളുണ്ട്. ഫുള്ള് രാവിലെ എനിക്ക് തുടങ്ങി TV വെച്ചിട്ട് ഇതന്നെ. പോവാൻ പറ്റണില്ലല്ലോ ഈ ചൂട്ടത്ത്. എങ്ങനെ പോയി നിക്കാനാ, ഒരുക്കും മനുഷ്യൻ. അതുകൊണ്ട് പോയിട്ടില്ല. അപ്പൊ രാവിലെ തുടങ്ങി അപ്പാപ്പന്റെ TVയില് ഫുള്ള് ഓട്ടം തൃശ്ശൂർ പൂരാണ്. അതാണ് ഈ സൗണ്ട് കേട്ടപ്പോ തന്നെ ഫുള്ള്. അപ്പൊ സൂര്യാഘാതം ഏൽക്കാണ്ടിരിക്കാൻ എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക. പിന്നെ വെള്ളം കുടിച്ച സൂര്യാഘാതം വെള്ളം കുടിക്കുന്നത്, നമ്മുടെ ഡീഹൈഡ്രേഷൻ ആവാണ്ടിരുന്നാ മതി. അതാണ് മെയിൻ കാര്യം. പിന്നെ എന്നിട്ടാണ് പറയാമെന്ന് 11 മണി തൊട്ട് 3 വീടിനുള്ളിലിരിക്കാൻ ആൾക്കാർ എന്തിനാണ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവില്ല. എന്തായാലും ആൾക്കാരൊരു നമ്മുടെ ഒരു ഇത് ഭയങ്കര അതല്ല, മാനസിക സംഘർഷത്തില് ഈ മോനെ ആൾക്കൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് പറയാ ചൂട് വരുമ്പോ അടുത്തൊന്നിരിക്കുമ്പോ പിന്നെ ചൂട് നമുക്ക് ആര് അതിന് ചൂടെടുക്കണ്ട. ചൂടുണ്ട ചൂട് വീശാൻ വേണ്ടിട്ടാ. അയ്യോ താഴ്ത്തിക്കുന്നു ചേട്ടൻ വീശാൻ വേണ്ടി സാധനം എടുത്തേക്കണ്. പാല് കുടിച്ചാ എന്നിട്ട് അത് വായിലിടല്ലേ അപ്പി. എന്നിട്ട് എന്നിട്ട് അമ്മോട് പറഞ്ഞ നീ? അമ്മോട് പറഞ്ഞില്ലല്ലേ? എന്നിട്ട് ചക്ക തിന്നു, ചക്ക വെട്ടി തിന്നു. ഞങ്ങള് കാലത്ത് ചക്കിട്ടു, തോട്ടിയുണ്ട്, കുപ്പി തോട്ടിയുണ്ട്. ചക്കിട്ട് ചക്ക വെട്ടി മൊളിഞ്ഞു കളഞ്ഞൂലേ. അതിന്റെ അപ്പുറണ്ട് വായിൽ വെച്ച് കൊടുത്തു. മാങ്ങയും പൊട്ടിച്ചു. മാങ്ങ വീക്കി 2 മാങ്ങ പൊട്ടിച്ചു, ഉപ്പിട്ടു ചതച്ചു. മിളക് പൊടി ഇട്ടില്ലേ? അതെ, മിളക് പൊടി എങ്ങനെ ഇട്ടത്? എങ്ങനെ ഇട്ടത്? ആരടിച്ച അതടിച്ച
അവന്റെ കൂടെ തല്ലു പിടിക്കണ്ട കൂമ്പനാഥം. അവിടെ നിൽക്ക്. ടാറ്റ കൊടുത്തല്ലേ അവർക്ക്? ടാറ്റ ടാറ്റ കൊടുത്ത് ടാറ്റ. ഉമ്മ കൊടുത്തേ ഉമ്മ. അതിനൊന്നും ഇല്ലേ ഇവിടെ കുപ്പിയുണ്ട്. അവര് ടാറ്റ കൊടുത്ത് ടാറ്റ. ഉമ്മ കൊടുത്ത് ഉമ്മ 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 ഉമ്മ. ഡമ്മണ്ടക്കര 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 ഡമ്മണ്ടക്കര. ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പില് നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ലേശം എടുത്തിട്ടുണ്ട്. ദാദത്തിന് ചോറ് കൊടുത്തതിന്റെ ഇന്നും എന്റെ പാത്രത്തില് ഇത്ര ചോറല്ല, ഇതിനും കൂടുതൽ ചോറ് ബാലൻസ് ഉണ്ടാവും. ഇന്ന് കുറച്ച് കുത്തി കയറ്റി, അപ്പൊ കുറെ തുപ്പി. അപ്പൊ അതൊക്കെ ഞാൻ അവിടുന്ന് പറക്കിയെടുക്കണം. അപ്പൊ അതുണ്ട്. ചൂടിന്റെ കൂടെ ഇത് കഴിക്കുമ്പോ നമുക്ക് തോന്നണെന്നറിയോ, നല്ല ചൂട് തോന്നുന്നുണ്ട്. ആ രസമുണ്ട്. പിന്നെ എന്താണെന്നറിയോ, ഇത് കൂട്ടി കഴിക്കാൻ ചാറായിട്ട് മറ്റേ ബീഫും കായും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ തെളിക്കുക, ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യാ. ഒരു കൈയിൽ ഇവനെ ആയതുകൊണ്ടാണ് ഞാനിത് എടുക്കാത്ത. ഒരു കൈ കൊണ്ട് സഹായം ഇത്തിരി എടുത്താൽ മതി. ഞാൻ കുറച്ച് വീഡിയോ എടുക്കുമ്പോ കുറച്ച് തിന്നല്ല, അത് കഴിഞ്ഞിട്ട് കൂടുതലും മറ്റേ ഇതില് പറഞ്ഞ സൂപ്പർ ഫാൻ്റെ ഇടയിൽ തിന്നാണ്ട് പറ്റില്ല. അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് ചൂടായാലും തണുപ്പായാലും നമ്മൾ നിർത്തുക. അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ കൈ വേണ്ടി മോൻ താഴ്ത്തിച്ച് നീ പോട്ടെ. മോൻ തിന്നളയോ? കുറച്ചും കൂടി നേർക്കും. ഇത്രല്ല അമ്മാമൻ പാപ്പൻ അടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാ പാപ്പൻ. ആ ഇറക്കിന് നിന്നെ തല്ലാണ്ടാ. നമ്മുടെ വീട്ടിലെ സാധാ ഇങ്ങനെ എന്താ പറയാ കറിയൊക്കെ അധികം ഉടക്കുന്നത് അപ്പച്ചന് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇപ്പൊ ചക്കയാണെങ്കിലും അതെ, മത്തങ്ങയാണെങ്കിലും ഇങ്ങനെ ഉടച്ചിങ്ങനെ പായസാക്കില്ലേ, അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്കിങ്ങനെ നേരെ മറിച്ചാ. എനിക്കിങ്ങനെ പായസക്കറികൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പായസമല്ല, എന്നാലും കുറച്ച് പായസമുണ്ട്. എന്നിട്ട് തിന്നാലും ലേശം ചോറും കൂടി തിന്നു കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായി. ചോറിന് കഴിഞ്ഞാൽ ഇത്തിരി മധുരം കഴിക്കണം. നമ്മുടെ വീട്ടിൽ മാങ്ങയുണ്ട്. ഇത് നമ്മുടെ പറമ്പിലുണ്ടാവണ മാങ്ങ കേട്ടാ, കുളമ്പ് മാങ്ങ. ഇത് ഭയങ്കര ടേസ്റ്റായിട്ടോ, നല്ല മധുരം ഉണ്ട് ഈ മാങ്ങ. ഇത് തിന്നാത്തവരുണ്ടെങ്കിൽ തിന്ന് നോക്കിക്കോളൂ, കിട്ടുന്നുണ്ടെങ്കിൽ. അടിപൊളി മാങ്ങിയത്. അതെടുക്കണില്ലേ? ചപ്പിക്കുടിയ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊരു സൈസ് മാങ്ങകളല്ലേ ചപ്പിക്കുടിയ മാങ്ങ, കുളമ്പ് മാങ്ങ, മൂണ്ട മാങ്ങ. മാങ്ങ സീസൺ, മാങ്ങയുടെ സീസണായ മാങ്ങ തന്നെ വേണം. അപ്പൊ എത്തിരി മാങ്ങ തിന്നാം. വാവ്. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഇങ്ങനത്തെ മാങ്ങ ഉണ്ടായിരുന്നു. ഇത് കുറെ നാളായിട്ട്. ഇവിടെ ഇത് അടുത്തുള്ള ചേച്ചി തന്നെ കേട്ടാ. ടേസ്റ്റിയാ. പിന്നെ ഇന്ന് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം ഞങ്ങള് പണ്ട് ചെറുപ്പത്തിലൊക്കെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഇപ്പൊ തൃശ്ശൂർ പൂരം. ഞാൻ തൃശ്ശൂർ പൂരം ഇന്നലെ വൈകുന്നേരം അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് ആദത്തിനോട് ചോദിച്ചത് പൂരത്തിന് പോകണില്ലേ ചോദിച്ചത്. അപ്പൊ ആദം പറഞ്ഞു ആ പൂരത്തിന് പോയി അക്കിയും കൂട്ടും. അപ്പോഴാണ് ഞാൻ നാളെയാണ് പൂരം നീ പറഞ്ഞത്. അതായത് നമുക്ക് ആ ഒരു ഇത് പോയി. അല്ലല്ല പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സമയത്തുള്ള ചൂട് കാരണമാണ് അത് പോയത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ആദത്തിനോണ്ട് പൂരം കാണിക്കാൻ പോകും. കാരണം പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇപ്പൊ ഇവിടെ നിന്ന് പറയുന്നതല്ല, ശരിക്കും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോണ്ടല്ലോ ഈ രോമൊക്കെ ഇങ്ങനെ എനിക്ക് നിൽക്കും. അതിപ്പോ പറയുമ്പോ തന്നെ രോമം ഇട്ടുന്നു, അത് വേറെ കാര്യം. അത് ഇവിടെ നിന്ന് പറയുമ്പോ നമുക്ക് അത്ര വലിയ ഇതൊന്നുമില്ല നമ്മൾ പോളി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോ ഒരു ഏതെങ്കിലും ഒരു രോമാഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാര് രോമാഞ്ചം വരും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാരണം ഞങ്ങൾ പോളില്ല. കാരണം ഇവരെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ കുടമാറ്റത്തിന്റെ സമയത്തൊക്കെ ആ തിരക്കിൻ്റെ ഇടയിൽ കൊണ്ടൊന്നും ശ്വാസം കിട്ടില്ല. ശ്വാസം അതായത് ഞാനെന്നെ ഒറ്റയ്ക്ക് പോയിട്ട് നമ്മൾ ഓടിയിട്ടും ബേളായാലും നമുക്ക് തന്നെ ഒരു ഇത് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൂരത്തിന് പോണില്ല.
പൂരം പക്ഷെ നമ്മൾ ടിവിയില് കാലത്തൊട്ട് ഓണാണ് ഇവിടെ. ടിവിയിൽ ഇപ്പൊ പൂരം ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മറ്റേ എന്തിനാണ് പറയാ, മടത്തിൽ വരവായാലും ഏതായാലും തുടക്കം തൊട്ട് രാമൻ വന്ന് ഇങ്ങനെ കാണിച്ചതും എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി കുടമാറ്റം കാണാം. അതെല്ലാം ടിവിയിൽ ഇപ്പൊ സൗദി അറേബ്യയിൽ ഇരുന്ന് കണ്ട പോലെ ഇനിയാണ് പൂരം ഇരുന്ന് കാണാൻ പോണേ. എനിക്ക് അതിന്റെ ഒരു ചെറിയ വിഷമം ഉള്ളിലുണ്ട്. പക്ഷെ നമ്മള് പോണില്ല. ഇന്ന് രാവിലെ നമ്മുടെ അബ്രുവിന് കഞ്ഞി കൊടുത്തുട്ടാ. കഞ്ഞി കൊടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ മത്തങ്ങയും പയറായിരുന്നു. ഇവിടുത്തെ മത്തങ്ങ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ മത്തങ്ങ നദി കുടക്കുന്നത് അപ്പച്ചന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇവന് കഞ്ഞി കൊടുത്ത് കുറച്ചു നേരം കഞ്ഞി നോക്കി കഴിഞ്ഞപ്പോ ഇവന്റെ വായിലൊരു തേങ്ങ കൊത്ത്. എന്നിട്ട് അത് ആർക്കും മനസ്സിലാവണ്ട. എല്ലാവരും സാധനം എടുത്തിട്ട് ഞാൻ പറയും ഫസ്റ്റ് പറയുന്നത് മാങ്ങയെന്ന്. അപ്പൊ അപ്പച്ചൻ പറയുന്നത് ചക്കക്കുരി. ലാസ്റ്റ് ഞാൻ ആ സാധനം എടുത്ത് കടിച്ചു തിന്ന് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി തേങ്ങ കൊത്ത്. അത് വായല് വെച്ച് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കാൻ. എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും അപ്പൊ വായിലിട്ട് ഇങ്ങനെയല്ല, വായില് ഇട്ടിട്ടുണ്ടല്ലോ നമ്മള് അവനെ കണ്ടു തോന്നി ഒറ്റോട്ടോടും. ഈ അതെന്തിട്ട് ചെയ്തെന്നറിയോ, ആദ്യം നമ്മുടെ ഫോൺ അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് കാണാനും മുന്നേ ഒരു റാഞ്ചി എടുത്ത് ഒറ്റോട്ടോടും അവിടെ കിടക്കുക. അങ്ങനെ ഓർഡർ വേണം, നല്ല രസാട്ടാ. എന്നിട്ട് നമ്മുടെ പാസ്വേഡൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും. അത് 3-4 പ്രാവശ്യം ഇങ്ങനെ കുത്തി അത് ഇതൊക്കെ ലോക്കാക്കി വെച്ചിട്ട് ആശ പോലുട്ടാ. നമ്മളെ ഒരു പാമ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോ 2 ആശാമാരും കിടന്ന് ഉറങ്ങായിരുന്നു. ഇപ്പൊ എനിക്ക് കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതിയിൽ ഞാൻ കാണിച്ചു തരട്ടാ. ഈ പാമ്പറിനുള്ള തല്ലാണ്. എന്നിട്ട് കാണിക്കണേ. ഇതെടുത്ത് അങ്ങടെറിയ കോഴി എന്ന് പറഞ്ഞ തല വെച്ചുകൊണ്ടെടുക്കുന്നു ഇത്ര നേരം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.